Hello, welcome to my channel Discussion with the CA Aspirant. ഞാൻ നീലിമ വർമ്മ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CA ഇൻ്റർമീഡിയറ്റ് മെയ് 2021 നവംബർ 2021 എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർക്കുള്ള ഇൻകം ടാക്സ് അമെൻമെൻറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഇത് പാർട്ട് ബൈ പാർട്ടായിരിക്കും. ഫസ്റ്റ് പാർട്ടിനകത്ത് ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ഒന്ന് ജനറൽ ടാക്സ് റേറ്റ്സ് ആൻഡ് സർചാർജ്, ആൻഡ് അതിനുശേഷം ഓൾട്ടർനേറ്റ് ടാക്സ് റെജിമിൽ 115 BAC നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ട് വരും. അപ്പോൾ അതും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഓൾറെഡി കോച്ചിങ് എടുത്ത ആൾക്കാരാണെങ്കിൽ, അതായത് ഫ്രഷർ ആണെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോനകത്ത് നിങ്ങളുടെ കോച്ചിങ്ങിൽ കഴിഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ ഇത് റിപ്പീറ്റർ ആണ് എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ ആ കേസിൽ ഇത് നിങ്ങൾക്കുള്ള അമെൻമെൻറ്റ്സ് ആണ്. ഇനി ആദ്യം ഓർക്കാനുള്ള രണ്ട് കാര്യങ്ങൾ. ഫസ്റ്റ്, ഫിനാൻസ് ആക്ട് 2020 ആണ് നിങ്ങളുടെ എക്സാമിന് അപ്ലിക്കബിൾ ആവുക. അതായത് ഫിനാൻസ് ആക്ട് 2019 ലാസ്റ്റ് ഇയറിൽ പഠിച്ച ആൾക്കാർ സെയിം ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഫിനാൻസ് ആക്ട് 2020 ആണ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആവുന്നത്. അതായത് പ്രീവിയസ് ഇയർ 2020-21 ആൻഡ് അസസ്മെൻറ്റ് ഇയർ 21-22 ആണ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ ഫിനാൻസ് ആക്ട് 2020, പ്രീവിയസ് ഇയർ 2020-21, അസസ്മെൻറ്റ് ഇയർ 21-22. ഇതാണ് ഫസ്റ്റ് പോയിന്റ് ഓർത്ത് വെക്കാനുള്ളത്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുന്നത് എന്നുള്ളത് ഞാനിവിടെ എഴുതി വെക്കാണ്, സോ ദാറ്റ് ലാസ്റ്റിൽ സമ്മറൈസ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലൊരു ഓർഡർ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ പഠിച്ച വഴിയിൽ തന്നെ നമുക്ക് ലാസ്റ്റിലൊന്ന് സമ്മപ്പ് ചെയ്യാൻ പറ്റും. ഇനി ടാക്സ് റേറ്റ്സിൽ, അതായത് ജനറൽ ടാക്സ് റേറ്റ്സിൽ പറയുകയാണെങ്കിൽ ഒരു അമെൻമെൻറ്റും വന്നിട്ടില്ല. ജനറൽ ടാക്സ് റേറ്റ് സെയിം ആസ് ഏർലിയർ. അതായത് ലാസ്റ്റ് ഫിനാൻസ് ആക്ട് 2019 എന്തായിരുന്നോ അത് തന്നെയാണ് നമ്മുടെ ഈ വർഷത്തിലും ജനറൽ ടാക്സ് റേറ്റ്. അതായത് ഇൻഡിവിജ്വൽ HUF AOP BOI ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺ, ഇൻഡിവിജ്വൽ 60 ഇയേഴ്സിന് താഴെയാണെങ്കിൽ അപ് ടു 2,50,000 ഇറ്റ് ഇസ് നിൽ, 2,50,000 to 5,00,000 ഇറ്റ് ഇസ് 5%, 5,00,000 to 10,00,000 ഇറ്റ് ഇസ് 20%, 10,00,000 above ഇറ്റ് ഇസ് 30%. ഇനി ഇൻഡിവിജ്വൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, അതായത് 60 ഇയേഴ്സ് ആൻഡ് അബവ് ആണെങ്കിൽ, അപ് ടു 80 ഇയേഴ്സ് ആണെങ്കിൽ അപ് ടു 3,00,000 it is nil, 3,00,000 to 5,00,000 it is 5%, 5,00,000 to 10,00,000 it is 20, and 10,00,000 above it is 30. അപ്പോൾ ഈ ജനറൽ ടാക്സ് റേറ്റ്സ് എല്ലാവരും യൂസ് ടു ആയിരിക്കും. അതിനുശേഷം സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അപ് ടു 5,00,000 it is nil, 5,00,000 to 10,00,000 it is 20%, and 10,00,000 above it is 30%. ഇതായിരുന്നു നമ്മുടെ ഇൻഡിവിജ്വൽ ടാക്സ് റേറ്റ്സ്. ഇൻഡിവിജ്വൽ AOP BOI ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺ എല്ലാവരുടെയും നമ്മൾ ടാക്സ് റേറ്റ്സ് കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തതാണ് കമ്പനി. കമ്പനിയുടെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി രണ്ട് ടൈപ്സ് ആണ്. ഫസ്റ്റ് ഇസ് ഓക്കെ, കമ്പനി രണ്ട് ടൈപ്പാണ്. വൺ ഇസ് ഡൊമസ്റ്റിക് കമ്പനി ആൻഡ് അനദർ വൺ ഇസ് ദ ഡൊമസ്റ്റിക് കമ്പനി ആൻഡ് അതർ വൺ ഇസ് ഫോറിൻ കമ്പനി. സോറി, എൻ്റെ കയ്യിൽ ഇത് പെന്നൊന്നുമില്ല, അപ്പോൾ ഞാൻ മൗസ് യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഓക്കെ, സോ ഫോറിൻ കമ്പനി, ഫോറിൻ കമ്പനിയുടെ ടാക്സ് റേറ്റ്സ് നമുക്കറിയാം. ഫോറിൻ കമ്പനിയുടെ ടാക്സ് റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 40% ആണ്, അത് നമുക്കറിയാം. ഇനി ഡൊമസ്റ്റിക് കമ്പനിയുടെ ടാക്സ് റേറ്റ്സ്, ഡൊമസ്റ്റിക് കമ്പനിയുടെ ടാക്സ് റേറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഓർക്കാനുണ്ട്. ഒന്ന്, നമ്മൾക്ക് ഓർമ്മയുണ്ട് ടോട്ടൽ ടേൺ ഓവർ, അതായത് രണ്ട് കേസുകൾ, ഇൻ അതർ കേസസ് ആൻഡ് ഇൻ കേസ് ഓഫ്, ഓക്കെ ഞാൻ പിന്നെ എഴുതാം. കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനി ഓക്കെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കമ്പനിയിൽ വന്ന ടാക്സ് റേറ്റ്സ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം സർചാർജ്. സർചാർജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി കഴിഞ്ഞ അമെൻമെൻറ്റിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലെക്ചറിൽ സർചാർജിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അമെൻമെൻറ്റ് കവർ ചെയ്യുന്നില്ല. അതായത് കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ ഹയസ്റ്റ് സർചാർജിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം ആ ഈ വീഡിയോയുടെ. അപ്പോൾ അതിനകത്ത് ഞാൻ സർചാർജിൻ്റെ ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം.
ഇന്നത്തെ സർചാർജിൻ്റെ ടോപ്പിക്ക് കവർ ചെയ്യുമ്പോൾ ഞാൻ ഒരു സമ്മ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അമെൻമെൻറ്റ് വന്നതിനെ ചൊല്ലിയിട്ടുള്ള ഒരു സം അത് മാത്രമേ ഞാൻ ഇതിനകത്ത് കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി സർചാർജ് നമ്മൾ നോക്കുകയാണെങ്കിൽ സർചാർജിനകത്ത് നമുക്ക് ഓർമ്മയുണ്ട്, ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ടാവും. അതായത് ക്യാപിറ്റൽ ഗെയിൻ കിട്ടുകയാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 112A ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 111A. ഈ കേസസിൽ നമ്മുടെ ഹയസ്റ്റ് സർചാർജ് നമുക്ക് അപ്ലിക്കബിൾ അല്ലായിരുന്നു. ഓർമ്മയുണ്ടല്ലോ? അതായത് ഞാൻ പിന്നെയും ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം നമ്മുടെ സർചാർജ് എന്തായിരുന്നു എന്നുള്ളത്. ഇഫ് യുവർ അതായത് 10% ഓഫ് ടാക്സ് if net taxable income is less than 50 lakhs but if it is more than 50 lakhs but less than 1 crore, അതായത് 50 lakhsന് മുകളിലും 1 crore താഴെയാണെങ്കിൽ, 50 lakhs to 1 crore ആണെങ്കിൽ 10% surcharge, 1 crore to 2 crore it is 15% surcharge, 2 crore to 5 crore ആണെങ്കിൽ it is 25% surcharge and 5 crore above it is 37% surcharge. ഇങ്ങനെയായിരുന്നു നമ്മുടെ ടാക്സ് റേറ്റ്സ്, അതായത് സർചാർജ് റേറ്റ്സ് 10%, 15%, 25% ആൻഡ് 37%. അപ്പോൾ ഈ ഒരു സ്ലാബ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കാരണം ഇഫ് യു ആർ എ റിപ്പീറ്റർ നിങ്ങൾക്ക് ഓൾറെഡി അറിയുണ്ടാവും. പിന്നെ ഫ്രഷർ ആണെങ്കിൽ യു ആർ റെഡി ടു ഗിവ് യുവർ എക്സാംസ്. അപ്പോൾ ഈ സർചാർജ് സ്ലാബ് നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ 10% നിങ്ങളുടെ ടാക്സബിൾ ഇൻകം, അതായത് നിങ്ങളുടെ ടോട്ടൽ ഇൻകം, നെറ്റായിട്ട് വരുന്ന ടോട്ടൽ ഇൻകം 50 lakhsന് മുകളിലും 1 crore താഴെയാണെങ്കിൽ, 50 lakhs to 1 crore ആണെങ്കിൽ it is 10%, 1 crore to 2 crore it is 15%, 2 crore to 5 crore it is 25% and 5 crore above it is 37%. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് ഇൻ്റർമീഡിയറ്റിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൽ ഇഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അതായത് 112A ആണെങ്കിൽ ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 111Aയുടെ കേസിലാണെങ്കിൽ ഈ ഹയസ്റ്റ് സർചാർജ് നമുക്ക് ആപ്ലിക്കബിൾ അല്ലായിരുന്നു. അതായത് 25%ഉം 37%ഉം ആപ്ലിക്കബിൾ അല്ലായിരുന്നു. അപ്പോൾ ആ കേസിൽ നമ്മുടെ ഹയസ്റ്റ് സർചാർജ് എന്ന് പറയുന്നത് 15% ആയിരുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും ഓർമ്മ ഉണ്ടാവണം, അല്ലെങ്കിൽ ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഹയസ്റ്റ് സർചാർജ് എന്ന് പറയുന്നത് 15% ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ വർഷം വന്നിരിക്കുന്ന അമെൻഡ്മെൻ്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ ഡിവിഡൻഡ് ഓൾസോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ ഫ്രം ഇന്ത്യൻ കമ്പനീസ് നമുക്ക് ഡിവിഡൻഡ് കിട്ടുകയായിരുന്നെങ്കിൽ നമുക്ക് വരുന്ന ഹയസ്റ്റ് സർചാർജ് എന്ന് പറയുന്നത് 15% ആയിരിക്കും. അപ്പോൾ ഈ ഡിവിഡൻഡിൻ്റെ കേസിലും 25% ആൻഡ് 37% ഓഫ് സർചാർജ് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് സർചാർജ് 15% 3 കാര്യങ്ങൾക്കാണ് വരുന്നത്. ഒന്ന്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 112A, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 111A ആൻഡ് ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനീസ് ആണെങ്കിൽ 15% ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ, അതായത് ഷെയർ ഹോൾഡറുടെ കയ്യിൽ 15% സർചാർജ് ആപ്ലിക്കബിൾ ആയിരിക്കും. ഈ വർഷം മുതൽ DDT ഒന്നുമില്ല, DDT ഒക്കെ എടുത്തു കളഞ്ഞു. ഷെയർ ഹോൾഡറുടെ കയ്യിൽ അതായത് ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ അതും ടാക്സബിൾ ആണ്. 15% വിൽ ബി ദി ഹയസ്റ്റ് സർചാർജ്. അപ്പോൾ ഇതാണ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഓക്കെ അപ്പോൾ ബേസ്ഡ് ഓൺ സർചാർജ് നമുക്കൊരു സം ചെയ്യാം, ഒരു പ്രോബ്ലം ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് സർചാർജിൻ്റെ ബേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ക്യാപിറ്റൽ ഗെയിനിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിവിഡൻഡ് ഇൻകത്തിന് മുകളിൽ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഈ ഒരു സമ്മിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, സോ മിസ്റ്റർ എൻ ഈസ് എ റെസിഡൻറ്റ് aged 31 years. His income details for previous year 2021 are as follows. So previous year 2021 തന്നെയാണ് നമ്മുടെ മിസ്റ്റർ എൻ ഒരു റെസിഡൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഏജ് 31 years ആണ്. Now capital gains under section 112A. 112A എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഐ ഹോപ്പ് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണും. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ
ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ മുകളിൽ എത്ര പെർസെൻ്റ് ആണ് ടാക്സ് റേറ്റ്? ഇറ്റ് ഈസ് 10% എക്സീഡിങ് 1 lakh rupees. ഓക്കെ, ഈ സെക്ഷൻ ഓർമ്മയുണ്ടോ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ സെക്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. Long term capital gain 112A, long term capital gain on transfer of equity shares in a company, unit of an equity oriented fund, unit of business trust. ആ കേസിൽ നമുക്ക് STT നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ at the time, both at the time of acquisition and both at the time of acquisition and transfer നമ്മൾ STT പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. എക്സസ് ഓഫ് 1 lakhന്റെ മുകളിൽ, അതായത് 2 lakh ആണ് നമ്മുടെ LTCG 112A ആണെങ്കിൽ അതിനകത്ത് അപ് ടു 1 lakh ടാക്സ് ഉണ്ടാവില്ല. എബവ് 1 lakh എത്ര വരുന്നു അതിൻ്റെ മുകളിൽ 10% ടാക്സ് റേറ്റ്. അതാണ് 112A. ഇനി ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ക്യാപിറ്റൽ ഗെയിൻസ് 111A. ഈ 111A എന്താ? അഗെയിൻ സെയിം കേസ്, ബട്ട് ഇഫ് ഇറ്റ് ഇസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ STT പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാക്സ് റേറ്റ്സ് എന്ന് പറയുന്നത് 15%. ഡിവിഡൻഡ് rupees 13 lakh. ഓക്കെ, അതർ ഇൻകം 3,34 lakh. ഓക്കെ, കാൽക്കുലേറ്റ് ടാക്സ് ലയബിലിറ്റി ഫോർ AY 21-22. ഇനി നമുക്ക് ഇതിനെ ഓരോന്നായിട്ട് സമ്മ് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ നോട്ട് ഡൗൺ ചെയ്തിട്ട് കൂടെ സമ്മ് സോൾവ് ചെയ്യാൻ നോക്കൂ. ആദ്യം ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കാണാതെ സമ്മ് ചെയ്യാൻ നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ആൻസർ എത്രയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് പിന്നെ ക്രോസ് വെരിഫൈ ചെയ്യാൻ നോക്കും. ഓക്കെ, സോ LTCG ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതായത് 112A in excess of 1 lakh, in excess of rupees 1 lakh, in excess of rupees 1 lakh. അതായത് ടാക്സ് റേറ്റ്സ് എത്ര വരിക? ടാക്സ് റേറ്റ് എത്രയാ? 10%. ഞാനിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഇസ് 10%. ഇൻകം എത്രയാ? 2 lakh. പക്ഷേ ഈ 2 lakhന്റെ മുകളിൽ വരുമോ? ഇല്ല. 2 lakhന്റെ മുകളിൽ ഫുൾ 10% വരില്ല. കാരണം അപ് ടു 1 lakh, I hope this is clear. Okay. Up to 2 lakhൽ 1 lakh exceeding 1 lakh മാത്രമേ 10% ടാക്സ് വരുള്ളൂ. അപ്പോൾ 2 lakh ആണെങ്കിൽ അപ് ടു 1 lakh ടാക്സ് ഇല്ല. 1 lakh എബവ് ആണെങ്കിൽ 10% ടാക്സ് റേറ്റ് വരും. അപ്പോൾ 2 lakhൽ 1 lakh എടുത്ത് കളഞ്ഞാൽ ബാക്കി വരുന്നത് എത്രയാ? 1 lakh. ആ 1 lakhന്റെ മുകളിൽ 10%. 1 lakhന്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാ? 10,000. ഐ ഹോപ്പ് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായി കാണും. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ പിന്നെ ഞാൻ കാണിക്കാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 112A 10% ഓൺ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എക്സീഡിങ് rupees 1 lakh. അതായത് 1 lakh വരെയാണെങ്കിൽ 10% ടാക്സ് റേറ്റ് ഇല്ല. പക്ഷേ 1 lakhന് മുകളിൽ നിങ്ങൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അപ് ടു 1 lakh ദർ ഇസ് നോ ടാക്സ്. 1 lakh എബവ് എത്രയുണ്ടോ അതിൻ്റെ 10% ആണ് 112A ടാക്സ് റേറ്റ്. ഓക്കെ, ടാക്സ് എമൗണ്ട്. ഇനി നെക്സ്റ്റ് 112A നമ്മുടെ കഴിഞ്ഞു. നെക്സ്റ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 111A. 111A ടാക്സ് റേറ്റ് ഇസ് 15%. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. എമൗണ്ട് ഈസ് 4 lakh. അപ്പോൾ 4 lakhന്റെ മുകളിൽ 15% എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 60,000. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്പിൽ ശ്രദ്ധിക്കുക എല്ലാവരും. ഡിവിഡൻറ്റിൻ്റെ മുകളിൽ നമുക്ക് സർചാർജ് ഇല്ല. അതായത് സർചാർജ് ഹയസ്റ്റ് എൻഹാൻസ്ഡ് സർചാർജ് നമുക്കില്ല. മാക്സിമം സർചാർജ് എത്രയാണ്? ഡിവിഡൻറ്റിൻ്റെ മുകളിൽ 15%. അതാണ് നമ്മുടെ അമെൻമെൻറ്റ്. പക്ഷേ ഡിവിഡൻറ്റിൻ്റെ മുകളിൽ നോർമൽ ടാക്സ് റേറ്റ് ആണ്. സ്ലാബ് റേറ്റ് സെയിം ആണ്. ഡിവിഡൻറ്റിൻ്റെ മുകളിൽ സർചാർജ് ആണ്, എൻഹാൻസ് സർചാർജ് ഇല്ലാത്തത്. ഓക്കെ, ഡിവിഡൻറ്റിൻ്റെ മുകളിൽ, ഡിവിഡൻറ്റ് ഇൻകത്തിൻ്റെ മുകളിൽ എൻഹാൻസ് സർചാർജ് എന്ന് പറഞ്ഞാൽ 25%, 37%. ആ സർചാർജ് ആണ് ഇല്ലാത്തത്. പക്ഷെ ഡിവിഡൻറ്റിൻ്റെ മുകളിൽ സ്ലാബ് റേറ്റ് അനുസരിച്ച് തന്നെയാണ് ടാക്സ് റേറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഴുതും? ബാലൻസ് നെറ്റ് ടാക്സബിൾ ഇൻകം. ഓക്കെ, ബാലൻസ് നെറ്റ് ടാക്സബിൾ ഇൻകത്തിൻ്റെ മുകളിൽ നോർമൽ സ്ലാബ് റേറ്റ് വരും, ടാക്സ് റേറ്റ്. ഓക്കെ, ഇനി ഇവിടെ ടോട്ടൽ എത്ര വരിക? ഡിവിഡൻഡ് എത്രയാ? 13 lakh പ്ലസ്
അതർ ഇൻകം എത്രയാ? 3,34,00,000. 3,34,00,000. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരുന്നത്? 3,47,00,000. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായോ? 3,47,00,000. ഞാൻ പിന്നെയും പറയണു, ഡിവിഡൻഡ് ഇൻകം ആണെങ്കിൽ സർചാർജ്, ഹയസ്റ്റ് സർചാർജ്, അതായത് എൻഹാൻസ്ഡ് സർചാർജ് ഇല്ല, 25% ആൻഡ് 37%. ബട്ട് ടാക്സ് റേറ്റ് ആസ് പെർ നോർമൽ ടാക്സ് റേറ്റ് തന്നെയാണ്, നോർമൽ സ്ലാബ് റേറ്റ് തന്നെയാണ് ഡിവിഡൻറ്റിൻ്റെ മുകളിൽ. അപ്പം നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്ലാബ് റേറ്റ് തന്നെയാണ് വരിക. സർചാർജിലാണ് 25%, 37% ഇല്ലാത്തത്. ഹയസ്റ്റ് സർചാർജ് വിൽ ബി 15%. ഓക്കെ, അപ്പോൾ 3,47,00,000 മുകളിൽ എത്ര ടാക്സ് റേറ്റ് എന്ന് നമുക്ക് നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ 10 lakhs നമുക്ക് വിടാം. അപ്പോൾ 3,47,00,000 മൈനസ് 10 lakh എത്ര വരുന്നത്? 3,37,00,000. ഈ 3,37,00,000 മുകളിൽ 30%, അതായത് വരും 1,01,10,000 പ്ലസ് നമ്മുടെ 1,12,500. 1,12,500 എങ്ങനെ വരുന്നത്? അപ് ടു 10 lakh ആണെങ്കിൽ നമ്മുടെ ടാക്സ് റേറ്റ് എത്രയാണ്? 1,12,500. ഐ ഹോപ്പ് നിങ്ങൾക്ക് ബേസിക് ടാക്സ് റേറ്റ്സ് എടുക്കാൻ അറിയാമെന്ന്. ഓക്കെ, അപ് ടു 10 lakh ആണെങ്കിൽ 1,12,500 പ്ലസ് 30% എബവ്. അപ്പം ഞാൻ പിന്നെയും പറഞ്ഞു തരാം. 3,47,00,000. ഇതിൽ 10 lakhsന്റെ മുകളിൽ 1,12,500 ടാക്സ് റേറ്റ് വരും. അതിനെ ഇപ്പോൾ തൽക്കാലം സൈഡിൽ വെക്കും. ബാക്കി എത്രയാ? 3,47,00,000 10 lakhs മൈനസ് ചെയ്താൽ ഇറ്റ് ഇസ് 3,37,00,000. അതിൻ്റെ മുകളിൽ 30%. അപ്പോൾ എത്ര വരുന്നത്? 1,01,10,000 പ്ലസ് അപ് ടു 10 lakhന്റെ 1,12,500. 1,12,500 ടോട്ടൽ വരുന്നത് 1,02,22,500. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കോമെൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ഞാൻ ഒന്നല്ലെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, പേഴ്സണൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ ID മെൻഷൻ ചെയ്യാം. അതിനകത്ത് ആസ് യുവർ കംഫർട്ട് നിങ്ങൾക്ക് ഏതിലെങ്കിലും മെസ്സേജ് ചെയ്ത് ഇതിൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ നമ്മുടെ ടാക്സ് റേറ്റ് വരുന്നത് ബാലൻസിൽ. അപ്പോൾ 1,02,22,500 പ്ലസ് 60,000 പ്ലസ് 10,000. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരുന്നത്? 1,02,92,500. ഇതാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ചോദിക്കുക. ആൻഡ് ടോട്ടൽ ഓഫ് ദിസ് കം ടു 3,47,00,000 പ്ലസ് 4 lakh പ്ലസ് 2 lakh, അതായത് 3,53,00,000. ഐ ഹോപ്പ് ഇതെല്ലാവർക്കും മനസ്സിലായിരുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ ടോട്ടൽ. ഇനിയാണ് നമുക്ക് സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സർചാർജ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ LTCG ആൻഡ് 111A ഇതിൽ നമുക്കറിയാം ഹയസ്റ്റ് സർചാർജ് 15% ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, 3,34,00,000 ആണ് നമ്മുടെ അതർ ഇൻകം, അതായത് 2 crore എബവ് ആൻഡ് അപ് ടു 5 crore. അപ്പോൾ 2 crore to 5 crore ആണെങ്കിൽ നമ്മുടെ സർചാർജ് എത്രയാ? 25%. പക്ഷേ ഡിവിഡൻഡ് ഇൻകത്തിലും LTCG 112Aയിലും STCG 111Aയിലും ഹയസ്റ്റ് സർചാർജ് 15% ആണ്. എൻഹാൻസ്ഡ് സർചാർജ് 25% ആൻഡ് 37% നമ്മുടെ 111A ആൻഡ് 112A ആൻഡ് ഡിവിഡൻഡ് ഇൻകത്തിൽ ആപ്ലിക്കബിൾ അല്ല, അത് നോർമൽ ഇൻകത്തിലേ ആപ്ലിക്കബിൾ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ബിറ്റ് ബൈ ബിറ്റ് ഇതിന് സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി 10,000 ആൻഡ് 60,000, അതായത് LTCG 112A STCG 111A ഇതിൽ രണ്ടിലും നമ്മുടെ ഹയസ്റ്റ് എൻഹാൻസ്ഡ് സർചാർജ് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഹയസ്റ്റ് സർചാർജ് എത്രയാ? 15%. അപ്പോൾ 10,000 പ്ലസ് 60,000, അതായത് ടോട്ടൽ 70,000. 70,000ൻ്റെ മുകളിൽ 15% സർചാർജ്, ദാറ്റ് ഈസ് ഹയസ്റ്റ് സർചാർജ്. ഓക്കെ, ഇത് വരും നമ്മുടെ 10,500. ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 70,000ന് മുകളിൽ 15% സർചാർജ്. ഐ ഹോപ്പ് ഇതെല്ലാവർക്കും ക്ലിയർ ആണ്. ഇനി അടുത്തത്
സർചാർജ് ഓൺ ടാക്സ് ഓൺ ഡിവിഡൻഡ് ഇൻകം 15%. നമുക്കിപ്പോൾ ഇവിടെ പ്രോബ്ലം വരുന്നത് നമുക്ക് ഡിവിഡൻഡിൻ്റെ ടാക്സ് വേറെ ആയിട്ട് കിട്ടുന്നില്ല. ഓക്കെ, നമ്മൾ ഇതിനകത്ത് നമ്മൾ ബാലൻസ് ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഡിവിഡൻഡ് ഇൻകം നമ്മുടെ സ്ലാബ് റേറ്റിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഡിവിഡൻഡ് ഇൻകത്തിന് മുകളിൽ വേറെ സ്ലാബ് റേറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കില്ല. ഡിവിഡൻഡ് ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നെറ്റ് ടാക്സബിൾ ഇൻകം, അതായത് അതർ ഇൻകത്തിൻ്റെ കൂടെ തന്നെയാണ് ഡിവിഡൻഡ് ഇൻകത്തിനെയും കവർ ചെയ്യേണ്ടത്. പക്ഷെ സർചാർജ്, നമ്മുടെ എൻഹാൻസ്ഡ് സർചാർജ് അതിൽ അപ്ലിക്കബിൾ അല്ല, 15%. സോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് പ്രപ്പോർഷനേറ്റ് ബേസിസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫോക്കസ് ഓൺ ദിസ് അതിനെ ഞാനിവിടെ താഴെ എഴുതുന്നുണ്ട്. ഓക്കെ, നൗ അണ്ടർസ്റ്റാൻഡ് ദിസ് കെയർഫുള്ളി. ഞാനിവിടെ ഒരു വർക്കിംഗ് ചെയ്യാം. വർക്കിംഗ് ഓഫ് സർചാർജ് ഓൺ ഡിവിഡൻഡ്. ഓക്കെ, ഡിവിഡൻഡിൻ്റെ മുകളിൽ സർചാർജ് എങ്ങനെയാണ്? ഇനി ഇത് നോർമൽ നമ്മൾ പ്രപ്പോർഷനേറ്റ് എടുക്കുന്ന പോലെ തന്നെയാണ്. ഇവിടെ നോക്കൂ, 3,47 lakh 3,47 lakh നമ്മുടെ ഇൻകം ആവുമ്പോൾ ടാക്സ് റേറ്റ് ഇസ് 1,02,22,500. ഓക്കെ, അതായത് നമ്മുടെ 3,47 lakh എങ്ങനെയാണ് വന്നത്? ക്വസ്റ്റനിൽ പിന്നെ നോക്കൂ, 3,34 lakh അതർ ഇൻകം പ്ലസ് 13 lakh ഈസ് 3,47 lakh. 3,47 lakh നമ്മുടെ ഇൻകം ആണെങ്കിൽ സ്ലാബ് റേറ്റ് അനുസരിച്ച് നമ്മുടെ ടാക്സ് വരുന്നത് 1,02,22,500. അപ്പോൾ ഇൻകം 3,47 lakh ആണെങ്കിൽ ടാക്സ് 1,02,22,500. അപ്പോൾ 13 lakh ഡിവിഡൻഡ് ഇൻകം ആണെങ്കിൽ ടാക്സ് റേറ്റ് എത്ര? അങ്ങനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഞാനിവിടെ എഴുതാം, 3,47 lakh എൻ്റെ ഇൻകം ആണെങ്കിൽ അതിൽ വരുന്ന ടാക്സ് റേറ്റ്, എൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1,02,22,500. സോ ഞാനിവിടെ എഴുതാം 1,02,22,500. ഇതാണ് ഈ ഇൻകമിൻ്റെ മുകളിൽ എനിക്ക് വരുന്ന ടാക്സ്. ഇത് ടാക്സ്. ഓക്കെ, ഈ ഇൻകം എങ്ങനെയാണ് വന്നത്? ടോട്ടൽ ഓഫ് ഡിവിഡൻഡ് ഇൻകം ആൻഡ് നമ്മുടെ അതർ ഇൻകം. പക്ഷേ ഈ ഇൻകം ആണെങ്കിൽ ഇതാണ് നമ്മുടെ ടാക്സ്. അപ്പോൾ എൻ്റെ ഡിവിഡൻഡ് ഇൻകം എന്ന് പറയുന്നത് എത്രയാ? 13 lakh. അപ്പോൾ 13 lakhൻ്റെ മുകളിൽ എത്ര? ദാറ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ്. ഓക്കെ, ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 1,02,22,500 into 13 lakh. Okay, we can do something like this. 13 lakh divided by 3,47 lakh into 1,02,22,500. We have just simply നമ്മൾ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ആണ് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 38,29,000. ഓക്കെ, അല്ല 3,82,976. ഓക്കെ, പെർഫെക്റ്റ്. 3,82,976. ഇതെങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ദിസ് ഇസ് ജസ്റ്റ് വി ഹാവ് ഡൺ ക്രോസ് മൾട്ടിപ്ലൈ ആണ് ഞാൻ ചെയ്തത്, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇതെന്തിനാ ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ ഓക്കെ, ദിസ് ഈസ് ടോട്ടൽ ഓഫ്, ഇത് എന്തിൻ്റെ ടോട്ടലാണ്? ഡിവിഡൻഡ് പ്ലസ് അതർ ഇൻകം. അതിൻ്റെ മുകളിൽ ഇത്ര ടാക്സ് റേറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് ഡിവിഡൻഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രപ്പോർഷനേറ്റ് ടാക്സ് എത്രയാണെന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് 3,82,976. ഇതാണ് നമ്മുടെ ടാക്സ് എമൗണ്ട് ഓൺ ഡിവിഡൻഡ് ഇൻകം. ഓക്കെ, ഇനി അതിൻ്റെ മുകളിൽ സർചാർജ്. അപ്പോൾ 3,82,976 മുകളിൽ 15% എൻ്റെ ടാക്സ് റേറ്റ്, സർചാർജ് വിൽ ബി 57,446. ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ എഴുതാം. 3,82,976
82,976 അതിൻ്റെ 15%. ഓക്കെ, ഡൺ. ഓക്കെ, ഐ ഹോപ്പ് ഇത്രയും എല്ലാവർക്കും മനസ്സിലായിരുന്നു. ദിസ് ഈസ് എ സർചാർജ് എമൗണ്ട് ഓഫ് LTCG ആൻഡ് ഡിവിഡൻഡ് ഇൻകം. ബാക്കിയെല്ലാം സിമ്പിളാണ്, ലൈക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇനി ബാലൻസിൻ്റെ മുകളിൽ നമുക്ക് 25% സർചാർജ്. എന്തുകൊണ്ടാണ് 25% സർചാർജ്? ബിക്കോസ് എൻ്റെ അതർ ഇൻകം എത്രയാണ് വരുന്നത്? 3,34,00,000. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 crore മുകളിൽ 5 crore താഴെ. അങ്ങനെ വരുമ്പോൾ എൻഹാൻസ് സർചാർജ് 25% വരും. അപ്പോൾ ബാലൻസ് എത്ര എമൗണ്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ ബാലൻസ് എത്ര എമൗണ്ട് ഉണ്ടെന്ന് നോക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. ഇറ്റ് ഈസ് ഓക്കെ, ടോട്ടൽ നമ്മുടെ ടാക്സ് വന്നിരിക്കുന്നത് 1,02,92,500. ഓക്കെ, അതിൽ നിന്ന് നമ്മുടെ 70,000 ഓൾറെഡി LTCG STCG ഡിഡക്റ്റ് ആയി. പിന്നെ നമ്മുടെ മൈനസ് ആയി ഇപ്പോൾ ജസ്റ്റ് വി ഹാവ് ഫൗണ്ട് ഔട്ട് 3,82,976 ഡിവിഡൻഡ് ഇൻകം. അപ്പോൾ ബാക്കി എത്രയാ? 98,39,524. 98,39,524. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു. ഞാൻ പിന്നെയും പറയാം, ഇൻറ്റു 25%. ഓക്കെ, ഞാനിത് പിന്നെയും പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് വന്നതെന്ന്. എൻ്റെ ടോട്ടൽ ടാക്സ് എത്രയാ? ഇത്രയും. ഓക്കെ, 1,02,92,500. അപ്പോൾ 1,02,92,500 നിന്ന് ഓൾറെഡി ഈ 10,000 മൈനസ് ചെയ്യുക. അതിൻ്റെ മുകളിൽ നമ്മൾ സർചാർജ് കണ്ടെത്തി കഴിഞ്ഞു. പിന്നെ 60,000 അതിൻ്റെ മുകളിലും സർചാർജ് കണ്ടെത്തി കഴിഞ്ഞു. പിന്നെ ഇത് ഫുള്ള് മൈനസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അതിനകത്ത് എൻ്റെ ഓൾറെഡി ഡിവിഡൻഡ് ഇൻകം ഞാൻ എടുത്തു കഴിഞ്ഞു. ഡിവിഡൻഡ് ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് എത്രയായിരുന്നു? 3,82,976 മൈനസ് ചെയ്താൽ 98,39,524 വരും. അതിൻ്റെ മുകളിൽ 25%. 98,39,524 ഇൻറ്റു 25%. എൻ്റെ സർചാർജ് വരുന്നത് 24,59,881. This is my balance surcharge. Okay, enhanced surcharge. ഇനി ഞാൻ ഇതിനെ ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് 24,59,881 plus 57,446 plus 10,500. Total comes to 25,78,000. Okay, 1 second. 25,27,827 plus ended tax rate. ഇത് ഞാൻ ഫുള്ള് ടോട്ടൽ ചെയ്യാണ്. ടാക്സ് റേറ്റ് പ്ലസ് സർചാർജ്. ഓക്കെ, അതെൻ്റെ വരുന്നത് 1,02,92,500. It comes to 1,28,20,327. 1,28,20,327. ഓക്കെ, ഇനി അതിൻ്റെ മുകളിൽ എൻ്റെ 4% എഡ്യൂക്കേഷൻ സെസ് 5,12,813. Total comes to 28,23,27 plus 512,813. It comes to 1,33,33,140. This is my net tax payable. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. നമ്മുടെ LTCG ആണെങ്കിൽ അതിൻ്റെ എക്സസ് ഓഫ് 1 lakh മുകളിൽ 10% ഞാൻ ടാക്സ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്തു. STCG 111യുടെ മുകളിൽ 50% ടാക്സ് റേറ്റ്, അതായത് 4 lakh മുകളിൽ 60,000. ബാലൻസ് എന്ന് പറയുന്നത് ഇത് എപ്പോഴും ഇവിടെയാണ് മിസ്റ്റേക്ക് വരുത്തുന്നത്. മിസ്റ്റേക്ക് എന്താ? അമെൻമെൻറ്റ് എന്താ വന്നിരിക്കുന്നത്? ഡിവിഡൻഡിൻ്റെ മുകളിൽ എൻഹാൻസ്ഡ് സർചാർജ് ഇല്ല. അതായത് 25% ആൻഡ് 37% ഡിവിഡൻഡിൻ്റെ മുകളിൽ എൻഹാൻസ് സർചാർജ് ഇല്ല. സർചാർജ് ആണ്
15%, ഹയസ്റ്റ് സർചാർജ് ആണ് 15%. പക്ഷേ ടാക്സ് റേറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് സ്ലാബ് റേറ്റ് ഓൺലി. അത് ആദ്യം ഓർമ്മ വയ്ക്കാം. അപ്പോൾ ടാക്സ് സ്ലാബ് റേറ്റ് തന്നെയാണ്. ഡിവിഡൻഡിന് മുകളിൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സ്ലാബ് റേറ്റ് വൈസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് രണ്ടിനെയും ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 3,47,00,000. അതിൻ്റെ മുകളിൽ നമ്മൾ സ്ലാബ് റേറ്റ് വൈസ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇത് രണ്ടിനെയും ടോട്ടൽ ചെയ്തു. പിന്നെ ആദ്യം ഈ 10,000 and 60,000 മുകളിൽ 15% ഹയസ്റ്റ് സർചാർജ് നമ്മൾ അപ്ലൈ ചെയ്തു. ബാക്കിയുടെ മുകളിൽ നമുക്ക് ഡയറക്റ്റ് എൻഹാൻസ് സർചാർജ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ടോട്ടലിൻ്റെ ഉള്ളിൽ, ഈ ടാക്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡിവിഡൻഡ് ഇൻകം ഉണ്ട്. അപ്പോൾ ഡിവിഡൻഡിന് ഹയസ്റ്റ് ടാക്സ് റേറ്റ് എത്രയാ, ഹയസ്റ്റ് സർചാർജ് എത്രയാ, 15%. അപ്പോൾ നമുക്ക് ഇതിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ട് എടുക്കണം. പ്രപ്പോർഷനേറ്റ് ആയിട്ട് വന്നു എത്രയാ, 3,82,976. അതിൻ്റെ മുകളിൽ നമ്മൾ 15% ഹയസ്റ്റ് സർചാർജ് എടുത്തു. എന്നിട്ട് ബാലൻസ് ബാക്കിയുള്ളതിൻ്റെ മുകളിൽ നമ്മൾ 25% എടുത്തു. ടാക്സിൻ്റെ കൂടെ സർചാർജിന് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇത്രയും വന്നു. ഞാനിതിൻ്റെ ടോട്ടൽ ഇവിടെ എഴുതാം. Something like this, total. Okay. Okay. ടോട്ടൽ എൻ്റെ ഇത്രയും വന്നു. അതിൻ്റെ മുകളിൽ ഞാൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്തു. അത് വരും 5,12,813. ആൻഡ് നെറ്റ് ടാക്സ് പേബിൾ ഇസ് 1,33,33,140. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സർചാർജിലും ടാക്സ് റേറ്റിലും വന്ന ചേഞ്ചസ്. ഓക്കെ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഈ വീഡിയോ തന്നെ കുറച്ച് വലിയതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെയും ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് 115 BAC എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക. ആദ്യം സ്വന്തം ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ, സർചാർജിൻ്റെ കാൽക്കുലേഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. കോമെൻറ്റ് സെക്ഷനിൽ പറ്റില്ലെങ്കിൽ ഞാൻ അതിൽ എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇമെയിൽ IDയും കൊടുക്കാം, ഫോൺ നമ്പറും കൊടുക്കാം. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. നെക്സ്റ്റ് ലെക്ചറിൽ ഞാൻ 115 BACയിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ.